പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷിനോട് പോലീസ് പറയുന്നുണ്ട് നിധിയെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ നിധി പുറത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സുധീഷിന് അപ്പോൾ പേടിയാണ്, ഇത് രജിസ്റ്റർ മാരേജിന്റെ ഇതിലാണ് സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിധി ദേഷ്യപ്പെടുമോ എന്നൊക്കെ പേടിച്ചിട്ട് നിധിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നാളേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒപ്പിടുന്നത്, ഇതൊരു കംപ്ലൈന്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒപ്പിടിക്കുന്നുണ്ട് നിധിയെ കൊണ്ട് സുധീഷ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് പോലീസുകാർ പറഞ്ഞിട്ട്, അതായത് രജിസ്റ്റർ ചെയ്തതിന് ആവശ്യമായിട്ടാണ്. പക്ഷേ നിധിക്ക് അതറിയില്ലായിരുന്നു. അവർ ഫോട്ടോയും കൂടി എടുത്തതിന് ശേഷം പോലീസ് പറയുന്നുണ്ട് ഇവളുടെ വീട്ടുകാർ ചെറിയ പുള്ളികളൊന്നും അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല, നീ നല്ലോണം സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിടുകയാണ്. ആ വിട്ടതിന് ശേഷം പോകുന്ന സമയത്ത് അവിടുത്തെ മറ്റൊരു പോലീസുകാർ നല്ല രീതിയിൽ ഉപദേശിക്കുന്നൊക്കെയുണ്ട്, കല്യാണ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ രണ്ടുപേരും ഉപദേശിച്ചൊക്കെ വിടുന്നുണ്ട്. എന്നിട്ട് ടാറ്റൊക്കെ ചെയ്ത് വിട്ടിട്ട് വണ്ടിയിൽ കയറിയതിന് ശേഷം നിധി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ സുധീഷ് നിധിയെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം കുറച്ച് ദിവസത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യി, മറ്റേ കാട്ടുമാക്കാനൊന്നും ഇവിടെ നിന്ന് കയറി പോയിക്കോട്ടെ, അവൻ ഓസ്ട്രേലിയയിൽ പോയതിന് ശേഷം അച്ഛനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ അവർ വീട്ടിലേക്ക് പോകുന്ന വഴി വണ്ടിയിൽ വെച്ച് നിധിക്ക് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് അതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് വണ്ടിയിൽ കയറുന്ന സമയത്ത് നിധി പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അറിയാതെ സുധീഷ് തന്നെ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക്, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ടല്ല അച്ഛനോട് തുറന്ന് പറയും, ഇതൊരു നാടകമായിരുന്നു, നമ്മൾ തമ്മിൽ ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പിന്നെ അച്ഛനെല്ലാം ശരിയാവില്ല, അപ്പോൾ നിനക്ക് തിരിച്ച് വീട്ടിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സുധീഷ് തന്നെ ഈശ്വര എൻ്റെ പ്ലാനൊക്കെ ഞാൻ തന്നെ കുളമാക്കുമോ, ഇപ്പോൾ ഇത് ഇവളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൾ ഇത് കേട്ടിട്ട് അവൾ പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നിൻ്റെ അച്ഛൻ വിശ്വസിച്ചാൽ നിന്നെ വീണ്ടും ആ കാട്ടുമാക്കാനെ കൊണ്ട് തന്നെ കെട്ടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുമാത്രം ഓർത്തിട്ട് എനിക്ക് ചെറിയൊരു വിഷമം പോലെയുള്ളത്, മറ്റേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിധി എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നു പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറുകയാണ് പോയിട്ട്. എന്നിട്ട് വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ സുഭാഷിനെ, അതായത് സുധീഷിന്റെ ഏട്ടനെ വിളിക്കുകയാണ് അവിടുന്ന് പോലീസുകാർ. എന്നിട്ട് എൻക്വയറി ഒക്കെ നടത്തുന്നുണ്ട്, എവിടെയാണ് വീട്, സുധീഷ് ആരാന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഒന്ന് ഞെട്ടിക്കൊണ്ട് പറയുന്നുണ്ട് സുധീഷോ എന്തെങ്കിലും പ്രശ്നമോടെ സാറേ എന്ന് ചോദിക്കുമ്പോൾ എന്താ അവനൊരു പ്രശ്നക്കാരനാണോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അല്ല സാറേ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല, ഇവർ ഇതൊക്കെ ഷോക്ക് ചെയ്തിട്ട് കേൾക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ പോലീസുകാർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനിയൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കല്യാണം കഴിപ്പിച്ച് നമ്മൾ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്, ആ പെണ്ണിന് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടായി കഴിഞ്ഞാൽ ഈ SI ആരാണെന്ന് അറിയും, നിങ്ങൾക്ക് പോലീസുകാർ എന്താണെന്നൊക്കെ അറിയുന്നുള്ള രീതിയിൽ സുഭാഷിനോട് എല്ലാം പറയും. കേട്ട സുഭാഷ് ഒന്നാകെ പേടിച്ച് നിൽക്കുകയാണ്. കാരണം ഓൾറെഡി ഒരു കല്യാണം മുടക്കാൻ വേണ്ടി പോകുന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ സുഭാഷ് അത് പറഞ്ഞിരുന്നത് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആണ് ഇപ്പോൾ ഇങ്ങനെയും കൂടി നടന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് സുഭാഷ് കുറച്ച് പേടിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ വീണ്ടും ഇവരുടെ രംഗമാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ അവർ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ സുധീഷിന്റെ മുമ്പിൽ വെച്ച് നിധി കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല ഊരുന്നുണ്ട് ഫസ്റ്റ്. പിന്നെ താലിയും കൂടി എടുത്ത് ഊരാൻ നോക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് അയ്യോ അത് ഊരരുത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോകുന്നത്. മറ്റ് എപ്പിസോഡുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. വീണ്ടും ഈ ചാനലിൽ മറ്റ് എപ്പിസോഡിന്റെ ലിങ്കുമായി വരുന്നതായിരിക്കും.